أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. فكيف تفرح بالدنيا ولذاتها يا من يعد عليه اللفظ والنفث. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമത്തെ അവന്റെ അടുക്കൽ പ്രതിഫലാർഹമായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചയക്കുമ്പോൾ വളരെ വ്യക്തമായ ചില ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പ്രസംഗവും ഈ ഇരുത്തവും? എന്തിനാണ് രാവും പകലും? എന്തിനാണ് മനുഷ്യ ജീവിതം ഭൗതിക ലോകത്ത് ഇപ്രകാരം ക്രമപ്പെടുത്തപ്പെട്ടത്? ഇതേതൊരാളും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവും മനുഷ്യ ജീവിതത്തിലെ ഉത്തരവാദിത്തവും മനസ്സിലാവുക. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ഒന്നിനും കൊള്ളാത്ത
ഒരു നിലവാരവുമില്ലാത്ത, ഒരു പ്രത്യേകതയുമില്ലാത്ത ജീവിതം നയിക്കുന്നവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച, ആദരണീയമാക്കിയ ഒരു സൃഷ്ടി വിഭാഗമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇക്കാര്യം വളരെ വ്യക്തമായി എന്നെയും നിങ്ങളെയും അറിയിക്കുന്നുമുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയുന്നത്, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. മനുഷ്യൻ എന്ന അല്ലാഹുവിന്റെ സൃഷ്ടി വിഭാഗത്തെ പരിചയപ്പെടുത്തി അല്ലാഹു പറയുന്നത്, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരണീയരാക്കിയിട്ടുണ്ട്, ബഹുമാന്യരാക്കിയിരിക്കുന്നു. വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ, കടലും കരയും മനുഷ്യന് നാം കീഴൊതുക്കി കൊടുത്തിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്, ഏറ്റവും വിശിഷ്ടമായതിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുന്നു. വഫളൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ, നാം സൃഷ്ടിച്ച കോടാനക്കോടി സൃഷ്ടി വിഭാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനായി മനുഷ്യനെ നാം മാറ്റിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. അല്ലാഹു നമുക്ക് ഭൗതിക ലോകത്ത് നൽകിയ പദവി, മനുഷ്യൻ എന്ന ഇരുകാലിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനം, അതാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. എല്ലാവിധ പോരായ്മകളെയും അതിജയിച്ചുകൊണ്ട് ഭൂഖണ്ഡങ്ങളെ താണ്ടിക്കടക്കുവാനും അതുപോലെ തന്നെ വിശാല വിസ്തൃതമായ ഈ ആകാശഭൂമികളിലെ അനന്തകോടി അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുവാനും ഈ പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഇടപെടാനും ആസ്വദിക്കാനും അനുഭവിക്കുവാനുമുള്ള അവകാശം നൽകുകയും ഏറ്റവും ഉന്നതമായ ഉപജീവനം അല്ലാഹു നൽകുകയും വിശാലമായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചത്തിലെ മലക്കുകളും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളും സസ്യലതാദികളും വാനവും അതുപോലെ തന്നെ ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങുന്ന പ്രവിശാലമായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗമാക്കി മനുഷ്യനെ നാം മാറ്റി എന്ന് അല്ലാഹു പറയുമ്പോൾ, മന്ന സഹോദരങ്ങളെ, എന്താണ് ഈ രൂപത്തിൽ എനിക്ക് അല്ലാഹു ഒരു പദവി നൽകാൻ, നിങ്ങൾക്ക് അല്ലാഹു ഒരു പദവി നൽകാൻ ഉള്ള കാരണം എന്നതിനെ സംബന്ധിച്ച് നാം അന്വേഷിക്കണം. കൃത്യമായി അതിന് ഒരു ഉത്തരം കാണണം. എന്തുകൊണ്ട് അല്ലാഹു ഭൗതിക ലോകത്ത് എനിക്ക് ഈ സവിശേഷത തന്നു, നമുക്ക് അല്ലാഹു എന്തുകൊണ്ട് ഈ പ്രത്യേകത തന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അല്ലാഹു പറയുന്നത്? എന്തുകൊണ്ട് മനുഷ്യനെ അല്ലാഹു പരിഗണിച്ചുവെന്ന് ചോദിച്ചാൽ ഖുർആൻ പറയുന്നത്, ഇന്നാ അറദിനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ ഇന്നഹു കാന സലൂമൻ ജഹൂ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന സലൂമൻ ജഹൂലാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നാ അറദിനൽ അമാന, നിശ്ചയമായും നാം ആ അമാനത്തിനെ പ്രദർശിപ്പിക്കുകയുണ്ടായി. എവിടെയാണ് അല്ലാഹു അതിനെ പ്രദർശിപ്പിച്ചത്? അലസ് സമാവാതി, വിശാല വിസ്തൃതമായ വാനങ്ങൾക്ക് മുന്നിൽ, ആകാശങ്ങൾക്ക് മുന്നിൽ നാം ആ അമാനത്തിനെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതുപോലെ വൽ അർള്, ഭൂമിയുടെ മുന്നിലും ആ അമാനത്തിനെ നാം പ്രദർശിപ്പിക്കുകയുണ്ടായി. വൽ ജിബാൽ, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്ക് മുന്നിലും ആ അമാനത്തിനെ നാം പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ അമാനത്തിന് ഏറ്റെടുക്കണം എന്ന നിലയിൽ, ആ അമാനത്ത് സ്വീകരിക്കണമെന്ന നിലയിൽ ആകാശത്തിന്റെ മുന്നിലും ഭൂമിക്ക് മുന്നിലും പർവ്വതങ്ങൾക്ക് മുന്നിലും അല്ലാഹു ആ അമാനത്തിനെ കാണിച്ചപ്പോൾ, പ്രദർശിപ്പിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു, ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ, വിശാല വിസ്തൃതമായ വാനവും ഭൂമിയും പർവ്വതങ്ങളും പേടിച്ചരണ്ടുകൊണ്ട് പുറകോട്ട് പോവുകയാണ്. അവ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയാണല്ലാ. നിന്നിൽ നിന്ന് ഞങ്ങൾ ഇത് സ്വീകരിച്ചാൽ അത് നടപ്പാക്കാൻ കഴിയുമോ? അത് ശിരസാവഹിക്കാൻ കഴിയുമോ? അത് ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയമുണ്ടതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കത് ഏൽപ്പിക്കല്ല, ഞങ്ങളിൽ നിന്നത് മാറ്റണമെന്ന നിലക്ക് പേടിച്ചരണ്ട് ആകാശവും ഭൂമിയും പർവ്വതങ്ങളും പുറകോട്ട് പോയപ്പോൾ വഹമലഹൽ ഇൻസാൻ, അല്ലാഹു പറയുന്നു, മനുഷ്യനത് ഏറ്റെടുത്തു.
ഞാനും നിങ്ങളും അത് ഏറ്റെടുത്തു എന്നാണ്. നമ്മൾ പറഞ്ഞു പടച്ചോനെ ഇങ്ങ് തന്നേക്ക്, നമുക്ക് കുഴപ്പമില്ല, ഞങ്ങൾ പരിഹരിച്ചോളാം, അത് ഞങ്ങൾ സ്വീകരിച്ചോളാം, ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം, അമാനത്തല്ല, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തന്നോളൂ, ഞങ്ങൾ സ്വീകരിക്കാമെന്ന നിലയിലായിരുന്നു നമ്മുടെ ഭാവം. നമ്മളത് സ്വീകരിച്ചു, ഏറ്റെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏറ്റെടുത്തവൻ എന്ന നിലയിലുള്ള പരിഗണന നമുക്ക് തന്നു. എന്നിട്ട് അല്ലാഹു ഭൗതിക ലോകത്ത് അത് നിർവഹിക്കുവാൻ വേണ്ടി കുറച്ചു കാലം നമുക്ക് അനുവദിച്ചു തന്നു. അത് ഏറ്റെടുത്തത് നിർവഹിക്കാനുള്ള ഒരു ചെറിയ കാലയളവ്. അതാണ് യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്ത് നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെയുള്ള ഈ ഇടവേളക്കിടയിൽ നമ്മൾ നടപ്പാക്കേണ്ടത്. അന്ന് ഏറ്റെടുത്ത അമാനത്തിനെ ഭൗതിക ലോകത്ത് നടപ്പാക്കുക. പക്ഷേ ഭൗതിക ലോകത്തെ നമ്മുടെ ജീവിതവും നമ്മുടെ നിലപാടും ആ വിഷയത്തിലെ നമ്മുടെ അശ്രദ്ധയും കണ്ടിട്ട് അല്ലാഹു നമ്മെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത്? ഇന്നഹു കാന സലൂമൻ ജഹൂലാ, നിശ്ചയമായും മനുഷ്യൻ അക്രമിയും അവിവേകിയുമായി പോയി എന്ന് വെച്ചാൽ വലിയ ഭാരിച്ച ഒരു അമാനത്തിനെ ഏറ്റെടുത്ത് ഭൗതിക ലോകത്ത് വന്നിട്ട് അത് ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി കൊണ്ടവൻ ജീവിക്കുകയാണ്. ആ അശ്രദ്ധ ചൂണ്ടി അല്ലാഹു പറയുകയാണ്, ഇന്നഹു കാന സലൂമൻ ജഹൂലാ, മനുഷ്യനങ്ങേറ്റം അക്രമിയും അവിവേകിയുമായിരിക്കുന്നു എന്ന്. സ്വാഭാവികമായും ഇവിടെ നമുക്കൊരു സംശയമുണ്ട്. ഇതറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു സംശയമുണ്ട്. എന്താണത്? സുബ്ഹാനല്ലാഹ്, എന്താണ് ഞാൻ ഏറ്റെടുത്ത അമാനത്ത്? എന്തമാനത്താ ഞാൻ ഇവിടെ നിർവഹിക്കേണ്ടത്? ഏത് കാര്യമാണ് ഞാൻ ഇവിടെ നടപ്പാക്കേണ്ടത്? എന്താണ് ഞാൻ ഏറ്റെടുത്ത ആ ഉത്തരവാദിത്തം, അമാനത്ത് എന്നതിനെ സംബന്ധിച്ച ഒരു ചിന്ത, ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അതിന് ഇസ്ലാം വ്യക്തമായ മറുപടി പറഞ്ഞു തരുന്നുണ്ട്. ആ അമാനത്ത് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്മത്തിൽ തന്നെ, അവന്റെ പ്രകൃതിയിൽ തന്നെ ഊട്ടിയിട്ടുണ്ട്. ലോകത്ത് പറന്നു വീഴുന്ന ഓരോ മനുഷ്യനും ആ ശുദ്ധമായ അമാനത്ത് മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ടാണ് ഐഹിക ലോകത്തേക്ക് വരുന്നത്. അതാ പറഞ്ഞത്, തീർച്ചയായും ഖലഖതു ഇബാദി, എന്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചു, അവരെല്ലാവരും ഹുനഫാഉകളായ അവസ്ഥയിൽ എന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അവരെ ഞാൻ സൃഷ്ടിച്ചത് ഹുനഫാഉകളായിക്കൊണ്ടാണ്, ശുദ്ധമായ ഋജുമാനസമായ അവസ്ഥയിലാണ്. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തിന്റെ അവസ്ഥയിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. ആ അമാനത്ത് മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ടാണ്, നേരായ രൂപത്തിലാണ് ഏതൊരാളും ഭൗതിക ലോകത്ത് പിറന്നു വീഴുന്നത്. ശുദ്ധമായ മനസ്സുമായി, അമാനത്തുകൾ ഉത്തരവാദിത്തങ്ങളുള്ള മനസ്സുമായി, കളങ്കമില്ലാത്ത മനസ്സുമായി ഭൗതിക ലോകത്തേക്ക് പിറന്നു വീഴുകയാണ്. അത് മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു ഊട്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ലോകത്തെ പല നന്മകളിലും മനുഷ്യൻ ഐക്യപ്പെടുന്നത്, പല തിന്മകളിലും മനുഷ്യനെതിരാകുന്നത്. ഒരാളെ ചതിക്കാൻ പാടില്ല എന്നത് ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ്. ചതി പാടില്ല, വഞ്ചന പാടില്ല, അന്യായം പാടില്ല, അക്രമം പാടില്ല എന്നെല്ലാവരും പറയും. നമുക്കറിയാം, മതത്തിന്റെ തരിമ്പ് പോലും സ്പർശിക്കാത്ത ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളിൽ, ഭൗതിക ഭരണകൂടങ്ങളിൽ വരെ കോടതിയുണ്ട്, നിയമവാഴ്ചയുണ്ട്. എന്തിനാ നിയമവാഴ്ച? എന്തിനാ കോടതി? അവിവേകം മനുഷ്യൻ ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല, കുറ്റം ചെയ്യാൻ പാടില്ല, നിയമലംഘനം നടത്താൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നന്മ വേണം, നീതി വേണം, സത്യം വേണം, ധർമ്മം വേണം. അത് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയാണ്. പക്ഷെ എന്താ ധർമ്മം, എന്താ നീതി, എന്താ അനീതി, ആ വിഷയത്തിൽ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നു. പക്ഷേ നീതി വേണം, ന്യായം വേണം, അക്രമം പാടില്ല എന്നൊക്കെ ലോകത്ത് പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യാസമില്ലാതെ, തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ, പണക്കാരൻ പണിക്കാരൻ വ്യത്യാസമില്ലാതെ, രാജാവ് പ്രജ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ ബോധം, ഈ അഹംബോധം എവിടുന്നുണ്ടായി? ഈ മനസ്സിന്റെ ബോധം എവിടുന്നുണ്ടായി? അത് ഹൃദയത്തിൽ ഈ അമാനത്ത് നിക്ഷേപിക്കപ്പെട്ടത് കൊണ്ടാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ അതുണ്ട്. ഏറ്റെടുത്ത അമാനത്തിനെ കുറിച്ച് ആ ബോധം ലാൽകൃഷ്ണ അദ്വാനിയുടെ ഹൃദയത്തിലുണ്ട്, ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഹൃദയത്തിൽ അതുണ്ട്, ഉമാഭാരതിയുടെ ഹൃദയത്തിലും അതുണ്ട്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഹൃദയത്തിലും അതുണ്ട്. ലോകത്ത് മനുഷ്യരായി പിറന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ അതുണ്ട്. ഒരുപോലെ അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നാണ്, എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട്
ഒരു കുറ്റം, അരുതായ്മ ഒരു മനുഷ്യൻ ചെയ്താൽ ആദ്യമായി ആ മനുഷ്യരോട് ആ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുക സ്വന്തം മനസാക്ഷിയാണെന്നാണ്. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്താൽ അതിൽ ആദ്യത്തെ പ്രതിഷേധം അറിയിക്കുക എന്റെ മനസ്സാണ്, എന്റെ ഹൃദയമാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഖുർആൻ കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അല്ലാഹു പറയാണ്, അതെ, ലോകാവസാനം കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. അതോടൊപ്പം തന്നെ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. മനസ്സിൽ ലവ്വാമത്താണ്. അരുതായ്മ കണ്ടാൽ മനസ്സാക്ഷി അതിനെതിരെ സംസാരിക്കും. അത് മനസ്സിന്റെ പ്രത്യേകതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഏറ്റെടുത്ത അമാനത്ത് അത് ഏതൊരു മനുഷ്യന്റെയും ഹൃദയാന്തരാളങ്ങളിൽ അല്ലാഹു നിക്ഷേപിച്ചതാണെങ്കിൽ പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് മാത്രം അതിന് വ്യക്തതയില്ലല്ലോ, അതുകൊണ്ട് മാത്രം അതിന് വ്യക്തത കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വ്യക്തമായും ഏറ്റെടുത്ത അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ എന്തെന്ന് നിങ്ങളെ അറിയിക്കുവാൻ, നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി തുമ്മ നസലൽ ഖുർആൻ ഫഅലിമൂ മിനൽ ഖുർആൻ വഅലിമൂ മിനസ് സുന്നah, പിന്നെ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു തന്നു. ഖുർആൻ അല്ലാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നു. ആ ഖുർആനിൽ ഉള്ളത് യഥാർത്ഥത്തിൽ പുതിയ ഒരു കാര്യമല്ല, പുതിയൊരു തത്വമല്ല ഖുർആൻ പറയുന്നത്. പുതിയൊരു സംഗതി നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല ഖുർആൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത്, ഖുർആനെ പരിചയപ്പെടുത്തി ഖുർആൻ പറഞ്ഞത് ഇന്ന ഹാദിഹി തദ്കിറ, നിശ്ചയമായും ഇത് ഉത്ബോധനമാണ്, ഇത് ഓർമ്മിപ്പിക്കലാണ്, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, നിങ്ങളെ ചില സംഗതികൾ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണിത്. ഖുർആൻ പറയാണ് ഖുർആനെ സംബന്ധിച്ച് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട, അതിനുവേണ്ടി അവതരിപ്പിച്ച, അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചില സംഗതികൾ. അഥവാ നിങ്ങൾ എന്തൊക്കെ ഏറ്റെടുത്തു, നിങ്ങൾക്ക് വ്യക്തതയില്ലേ, എന്താ നിങ്ങൾ നിർവഹിക്കേണ്ടത് നിങ്ങൾക്കറിയില്ലേ, മറിച്ച് നോക്കിക്കോ ഖുർആൻ അതിലുണ്ട് നിങ്ങൾ എന്ത് ഏറ്റെടുത്തു എന്ന്. അഥവാ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലാഹു പറയാണെന്ത്, വഖദാ റബ്ബുക, നിന്റെ റബ്ബിന്റെ വിധി, നിന്റെ റബ്ബിന്റെ തീരുമാനമാണെന്ത്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന്, ആ റബ്ബിന്റെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിധിയാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ വബിൽ വാലിദൈനി ഇഹ്സാനാ, നിനക്ക് വേണ്ടി കട്ടപ്പെട്ട, നിനക്ക് വേണ്ടി ഉറക്കമളച്ച, നിനക്ക് വേണ്ടി അധ്വാനിച്ച, നിന്നെ താലോലിച്ച് വളർത്തിയ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതും അല്ലാഹുവിന്റെ വിധിയാണ്, റബ്ബിന്റെ തീരുമാനമാണ്. ആ മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ അവരിൽ ഒരാളോ അല്ലെങ്കിൽ അവർ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വന്നാൽ, നിന്നെ അവരെ സമീപിച്ചാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഛേ എന്ന് പോലും അവരോട് നീ പറയാൻ പാടില്ല. ഛേ എന്നൊരു വർത്തമാനം പോലും അവരോട് നീ പറയാൻ പാടില്ല. നേരെ മറിച്ച് അവർക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാക്കാത്ത രൂപത്തിൽ ഏറ്റവും മാന്യമായ നിലയിൽ അവരോട് സംസാരിക്കണം. അവരോട് നീ കയർത്ത് സംസാരിക്കാൻ പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായി നീ സംസാരിക്കേണ്ടത് നിന്റെ മാതാവിനോടും നിന്റെ പിതാവിനോടുമാണ്. ഏറ്റവും മാന്യമായി നീ സംസാരിക്കേണ്ടത് നിന്റെ മാതാവിനോടും നിന്റെ പിതാവിനോടുമാണെന്ന് മാത്രമല്ല, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അതിനു പുറമെ നീ എല്ലാ നന്മകളും നിന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതിന് പുറമെ, സഹോദരങ്ങളെ, നാം വിശദീകരിച്ചു വന്നത് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നീ അവർക്ക് വേണ്ട എല്ലാ നന്മകളും ചെയ്തു കൊടുക്കണമെന്നതിന് പുറമെ അവർക്ക് വേണ്ടി നീ ദുആ ചെയ്യണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, അധ്വാനിച്ചവരാണ്, എന്നോട് അവർ കരുണ കാണിച്ചിട്ടുണ്ട്, എന്നെ അവരെ പോറ്റി വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ചെറുപ്പത്തിൽ അവരെന്നോട് കരുണ കാണിച്ചതുപോലെ അല്ലാഹുവേ നീ അവർക്ക് കരുണ ചെയ്യണം എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരോടാണ്. അത് മനുഷ്യരോടാണല്ലോ കൽപ്പിച്ചത്. വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച പ്രസവിച്ചാൽ ആ പൂച്ചക്കുട്ടിയോട് അല്ലാഹു ആ കൽപ്പന നടത്തിയിട്ടില്ല.
ആ പൂച്ച മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ലോകത്തെ അള്ളാഹുവിന്റെ ഈ വിശാല വിസ്തൃതമായ ഭൂമിയിലെ ജീവജാലങ്ങളിൽ മനുഷ്യരല്ലാത്ത നിരവധി ജീവജാലങ്ങളോട് അള്ളാഹു ആ നിയമം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് മനുഷ്യനോട് ആ നിയമം പറഞ്ഞു? നീ നിന്റെ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കണം എന്ന് അല്ലാഹു പറഞ്ഞു എന്നോടും നിങ്ങളോടുമെങ്കിൽ എന്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു? അതിന് തക്കവണ്ണം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അല്ലാഹു ക്രമീകരിച്ചു എന്ന് ചോദിച്ചാൽ അത് നമ്മൾ റബ്ബിങ്കിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ഞാൻ എന്റെ മാതാവിനെ പിതാവിനെ സംരക്ഷിക്കാം റബ്ബേ, ഞാൻ എന്റെ മക്കളെ നന്നായി വളർത്താം റബ്ബേ, അള്ളാഹുവെ ഞാൻ നിന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാം റബ്ബേ. ഇതൊക്കെ അഡ്വാൻസ് ആയി അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത കരാറുകളാണ്, അഹദുകളാണ്. അത് ഭൗതിക ലോകത്ത് ഞാനും നിങ്ങളും പാലിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് വരുമ്പോൾ നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ച്, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ ഖുർആൻ നമ്മൾ പഠിക്കണം, സുന്നത്ത് നമ്മൾ പഠിക്കണം. ആ ഖുർആനും സുന്നത്തുമാണ് എന്റെയും നിങ്ങളുടെയും വിജയാപജയങ്ങളെ നിർണ്ണയിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിത ലക്ഷ്യത്തെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനുള്ള മാർഗം നമുക്ക് വിവരിച്ചു തരുന്നത് ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമാണ്. അതുകൊണ്ട് ആ ഖുർആനും സുന്നത്തും നിങ്ങൾ സ്വീകരിക്കണം, ആ മാർഗം നിങ്ങൾ അവലംബിക്കണം. അതല്ലാത്ത മറ്റൊരു മാർഗവും നമ്മുടെ വിജയത്തിനില്ല, നമ്മുടെ രക്ഷയ്ക്കില്ല എന്ന് ഈ സമുദായം മനസ്സിലാക്കണം, പഠിക്കണം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകത്ത് ഏത് കാലഘട്ടത്തിലും വിശുദ്ധ ഇസ്ലാമാകുന്ന സുന്ദരമായി പടുവൃക്ഷത്തിന് സമാന്തരമായി പല ചിന്തകളും കടന്നു വന്നിട്ടുണ്ട്. ലോകത്ത് സ്ഥായിയായി നിലനിന്ന് പോകുന്ന ഏകമതം ഇസ്ലാം മാത്രമാണ്. ലോകത്ത് ഏത് കാലഘട്ടത്തിലും നിലനിന്ന് പോകുന്ന മതം ഇസ്ലാം മാത്രമാണ്. കാരണം അത് ലോകത്ത് അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ്, നബിമാർ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ അമ്പിയാക്കൾ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഒരുപോലെ നിലനിന്ന് പോന്നപ്പോ ഈ വിശാല വിസ്തൃതമായ പടുവൃക്ഷം, വിശുദ്ധ ഇസ്ലാമാകുന്ന പടുവൃക്ഷം, അങ്ങനെയാണ് അല്ലാഹു അതിനെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ വിശദീകരിക്കുമ്പോ, മഹത്തായ ആദർശത്തെ വിശദീകരിക്കുമ്പോ അല്ലാഹു പറഞ്ഞത് അതിന്റെ ഉദാഹരണം കശജറത്തിൻ ത്വയ്യിബ, വിശാല വിസ്തൃതമായ ഒരു വൃക്ഷത്തിന്റെ ഉപമയാണ്, ഒരു പടുവൃക്ഷത്തിന്റെ ഉപമയാണ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, ആ വൃക്ഷത്തിന്റെ അടിവേര് ആഴ്ന്നിറങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ കാറ്റും കോളും വന്നാൽ ആടിയുലയുകയില്ല, അത് ഒരിക്കലും അത് പിഴുതു മാറ്റപ്പെടുകയില്ല. ശക്തിയായ ഏത് കാറ്റിനെയും ഏത് കോളിനെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം ആ അടിവേരുകൾ ആഴ്ന്നിറങ്ങിയ രൂപത്തിൽ ശക്തമായ മൂടുള്ള ആ വൃക്ഷം, പടുവൃക്ഷം, ആകാശം മുട്ട വിശാല വിസ്തൃതമായി നിൽക്കുന്നതിന്റെ ചില്ലകൾ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. ആ ഇസ്ലാമാകുന്ന ആ വൃക്ഷത്തിന്റെ കീഴിൽ ആര് വരുന്നോ അവർക്ക് ഈ ദീനുൽ ഇസ്ലാം തണൽ കൊടുക്കും. ക്ഷീണിച്ചു വരുന്നവന്റെ ക്ഷീണം മാറ്റിക്കൊടുക്കും, വിശന്നു വരുന്നവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കും, പ്രയാസപ്പെട്ടു വരുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കും, അവന് ഉൾക്കാഴ്ച നൽകും. ഈ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ട വിശുദ്ധമായ ഇസ്ലാം അത് ഒരു ആകാശം മുട്ട പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഉറച്ച ഒരു വൃക്ഷം പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, ഈ വിശാല വിസ്തൃതമായ വൃക്ഷത്തിൽ അള്ളിപ്പിടിച്ചു വളർന്ന ചില മതങ്ങളുണ്ട്, ചില സിദ്ധാന്തങ്ങളുണ്ട്. അഥവാ ഈ വിശാല വിസ്തൃതമായ ഈ വൃക്ഷത്തിൽ അള്ളിപ്പിടിച്ച ചില ഇത്തിക്കണ്ണികളുണ്ട്. യഥാർത്ഥത്തിൽ ആ ഇത്തിക്കണ്ണിയാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അതൊരു മതമാണ്. സ്വയം അസ്തിത്വമില്ലാത്ത, ഉറപ്പില്ലാത്ത, സ്വന്തം കാലിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത, നട്ടലില്ലാത്ത ഒരു മതമാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ. സ്വയം നിലനിൽക്കാൻ കഴിയില്ല അതിന്. അതുകൊണ്ട് വിശാല വിസ്തൃതമായ ഈ ഇസ്ലാം, ആ ഇസ്ലാമിൽ ഒരു ഇത്തിക്കണ്ണിയായി മാത്രമേ ലോകത്തേത് കാലഘട്ടത്തിലും പൗരോഹിത്യം ഉണ്ടായിട്ടുള്ളൂ. ഈ വിശുദ്ധ മരത്തിന്റെ, ഈ ആകാശം മുട്ട പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മരത്തിന്റെ ഓരോ ചില്ലകളിലും അള്ളിപ്പിടിച്ചിരുന്നിട്ട് ആ ഇസ്ലാമിന്റെ സത്ത വലിച്ചെടുത്ത് ഇതിങ്ങനെ വളരും, എന്നിട്ട് ഈ മരത്തെ ഉണക്കും. അതാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം ഏത് കാലഘട്ടത്തിലും ചെയ്തത്. കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ പ്രത്യേകത എന്താ? ഈ രൂപത്തിൽ ഇത്തിക്കണ്ണികൾ ഈ വൃക്ഷത്തെ വ്യാപിച്ച് ഈ വിശാല വിസ്തൃതമായ മരം ഉണങ്ങുമ്പോ ഇത്തിക്കണ്ണികൾ അതിങ്ങനെ തടിച്ചു കൊഴുക്കുമ്പോ പ്രവാചകന്മാർ വന്നിട്ട് അത് പറിച്ചു ദൂരെ എറിയും.
എന്നിട്ട് ഈ മരത്തെ ശുദ്ധമാക്കും, വീണ്ടും വെള്ളവും വളവും കൊടുത്ത് വീണ്ടും അതിനെ ശരിയാക്കി ക്ലിയറാക്കി നിർത്തും. ആ പ്രവാചകന്മാര് പോകുമ്പോ വീണ്ടും പൗരോഹിത്യം കയറും, അള്ളിപ്പിടിക്കും, ഇത്തിക്കണ്ണിയായി അള്ളിപ്പിടിച്ച് വീണ്ടും ഈ മരത്തെ ഉണക്കും. വീണ്ടും നബിമാര് വരും, എന്നിട്ട് ഇത്തിക്കണ്ണി മുഴുവൻ പറിച്ചെറിയും, എന്നിട്ട് വീണ്ടും ആ മരത്തെ ശുദ്ധമാക്കി നിർത്തും. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി അവിടെ തണൽ വിരിച്ചു നിൽക്കും. ഇതായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്ത് സംഭവിച്ചു പോയിരുന്നതെങ്കിൽ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഈ മരം എപ്പോഴാ ഫലപുഷ്ടമായത്? ഈ മരത്തിൽ നിന്ന് എപ്പോഴാ ഇത്തിക്കണ്ണികൾ കൊഴിഞ്ഞു പോയത്? ഈ വൃക്ഷത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രവാചകന്മാർ ഇത്തിക്കണ്ണികളെ വലിച്ചെറിഞ്ഞത്? അതേ, മറ്റുള്ള എല്ലാവിധ സിദ്ധാന്തങ്ങളും അതിൽ നിന്ന് പറിച്ചു മാറ്റി വഹയിന്റെ അടിസ്ഥാനത്തിൽ, ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വൃക്ഷം, ഈ മരം, ഈ ആകാശം മുട്ട പന്തലിച്ച മരം എന്ന് നിലകൊണ്ടോ അന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഈ മരം അതിന്റെ എല്ലാ നിലക്കുമുള്ള, ഈ വൃക്ഷം അതിന്റെ എല്ലാ നിലക്കുമുള്ള പരിശുദ്ധിയോടെ പവിത്രതയോടെ നിലനിന്നത്. അതൊരു ഭാഗത്തേക്ക് ചാഞ്ഞു പോയില്ല, ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയില്ല. നേരെ മറിച്ച് ആ മരം അല്ലെങ്കിൽ ആ വഹ്യ്, ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ചുകൊണ്ട് ഈ വൃക്ഷം അതിന്റെ എല്ലാവിധ പ്രതാപത്തോടെയും നിലനിന്നു. അതുകൊണ്ട് ലോകത്ത് കടന്നു വന്ന നബിമാർ, അമ്പിയാക്കൾ, അവർ ഈ വിശുദ്ധ ഇസ്ലാമാകുന്ന വൃക്ഷത്തെ സംരക്ഷിച്ചത് വഹ്യ് കൊണ്ടാണ്. അവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടല്ല, അവരുടെ ചിന്തകൾ കൊണ്ടല്ല, അവരുടെ ഗവേഷണങ്ങൾ കൊണ്ടല്ല, നേരെ മറിച്ച് വഹ്യ് കൊണ്ടാണ്, ഖുർആൻ കൊണ്ടാണ്, സുന്നത്ത് കൊണ്ടാണ്, അതല്ലെങ്കിൽ അതത് കാലഘട്ടത്തിലെ വേദഗ്രന്ഥങ്ങൾ കൊണ്ടാണ്. ആ വേദഗ്രന്ഥങ്ങൾ കൊണ്ട് വിശുദ്ധ ഇസ്ലാമാകുന്ന ഈ വൃക്ഷത്തെ സംരക്ഷിച്ചു നിർത്തിയെങ്കിൽ അതിന്റെ അവസാന പതിപ്പ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ആ ഖുർആനും സുന്നത്തും നമ്മൾ സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യ മതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏകമാർഗം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ നേരായ വഴി സ്വീകരിക്കുന്നതിന് പകരം ലോകത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് സംഭവിച്ച അപജയം, ആ അപജയം തന്നെ മുസ്ലിം ഉമ്മത്തിലേക്കും കടന്നു വരുന്ന ദുര്യോഗമുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ വളർത്തിയെടുത്ത സമൂഹങ്ങൾ, ആ സമൂഹങ്ങളുടെ പ്രത്യേകതകൾ എന്തായിരുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അവർക്ക് അപജയമുണ്ടായത്, എങ്ങനെയാണ് അവർ നശിച്ചു പോയത്, എങ്ങനെയാണ് പൗരോഹിത്യം അവർ വഴികേടിന്റെ മാർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയത്, എങ്ങനെയാണ് അവർ മഗ്ലൂബുകളായത്, എങ്ങനെയാണ് അവർ ളാല്ലുകളായത്, അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ വഴിപിഴച്ചത്, എങ്ങനെയാണ് അവർ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെന്ന് അഭിമാനിച്ച യഹൂദ സമൂഹത്തെ ചൂണ്ടി അള്ളാഹു ഖുർആനിൽ പറഞ്ഞു എന്ത്? അവരുടെ അപജയം, അവർക്ക് സംഭവിച്ച പരാജയം എന്തായിരുന്നു? ഖുർആൻ അത് പറഞ്ഞു, മസലുല്ലദീന ഹുമ്മിലു തൗറാത തുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ബിഇസ മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു പറയുകയാണ്, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത്, തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടവരുടെ ഉപമ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതയുടെ ഉപമയാണ്. അല്ലാഹു പറയാ, അവർക്ക് അല്ലാഹു തൗറാത്ത് അവതരിപ്പിച്ചു കൊടുത്തിട്ട് അവരത് പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, ഉൾക്കൊണ്ടില്ല. അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വഹയിനെ അവർ പഠിക്കാതെ അതവർ ചുമന്നുകൊണ്ട് നടന്നു. അത് കളഞ്ഞില്ല, വലിച്ചെറിഞ്ഞില്ല, അതിനവർ വഹിച്ചുകൊണ്ട് നടന്നു, ചുമന്നുകൊണ്ട് നടന്നു. ഏതുപോലെ? കഴുത ഗ്രന്ഥം ചുമക്കുന്നത് പോലെ. എന്നിട്ടല്ല എന്താ പറഞ്ഞത്? ബിഇസ മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അത് അല്ലാഹുവിന്റെ ആയാത്തുകളെ വ്യാജമാക്കുന്നവരുടെ ഉപമ എത്രമാത്രം മോശമായ ഉപമയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ ജനതയെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല. ഖുർആൻ പറയുകയാണ്, അവിവേകികളായ ജനതയെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. അപ്പോൾ വേദഗ്രന്ഥം കിട്ടിയിട്ടത് പഠിക്കാതെ അത് ചുമന്നുകൊണ്ട് നടന്നു. പൗരോഹിത്യം അതിൽ നിന്ന് ജനങ്ങളെ അകറ്റിയിട്ടു, ജനങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് പുരോഹിതന്മാർ ചെയ്ത പണി ഖുർആൻ പറഞ്ഞു എന്ത്? യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا. അല്ലാഹു തൗറാത്ത് പഠിപ്പിച്ചിട്ട് തൗറാത്ത് പഠിക്കാതെ, അത് അവതരിപ്പിച്ചിട്ട് അത് പഠിക്കാതെ അവർ സ്വന്തം കരങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കി.
പല പല ഗ്രന്ഥങ്ങളും അവരെഴുതി ഉണ്ടാക്കിയിട്ട് അവർ ജനങ്ങളോട് പറഞ്ഞു, ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതാണ് അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ഏത് ഗ്രന്ഥം? ഈ ജൂത റബ്ബി എഴുതി ഉണ്ടാക്കിയ ബുക്ക്, ഈ പുരോഹിതന്മാർ എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ. അത് ചൂണ്ടിക്കിട്ട് ജനങ്ങളോട് പറയാം, നിങ്ങൾ ഇത് പഠിക്കണം, മറ്റേതോ അത് ചുമന്ന് നടന്നാ മതി, കൊണ്ട് നടന്നാ മതി, പഠിക്കേണ്ടത് ഇതാ, ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇതാണ് അള്ളാഹു അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നിഷ്ടങ്ങളെ എഴുതി പിടിപ്പിച്ച ഗ്രന്ഥങ്ങൾ അവർ ജനങ്ങളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറയും, എന്തിനാ അവർ ഈ പണി ചെയ്തത്? തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി, തുച്ഛമായ കൈമടക്കുകൾക്ക് വേണ്ടി, ദുനിയാവിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചകൾക്ക് വേണ്ടി, അതിനു വേണ്ടിയാണ് അവർ അപ്രകാരം ചെയ്തത്. എന്നിട്ട് അല്ലാഹു അവരെ പറ്റി പറയണത്, ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കരങ്ങൾ കൊണ്ട് അപ്രകാരം ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കിയ നിമിത്തവും അവർക്ക് നാശം, അത് വിറ്റ് സമ്പാദിച്ചത് മൂലവും അവർക്ക് നാശം. അപ്രകാരം ഒരു പ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടത് കൊണ്ട് അവർക്ക് സർവ്വവിധ നാശങ്ങളുമുണ്ട്, അവർക്ക് നരകമുണ്ട് എന്ന് വ്യക്തമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ, മാന്യ സഹോദരങ്ങളിൽ, ലോകത്തെ മുൻകാല സമൂഹങ്ങൾ അവരുടെ അപജയവും അവരുടെ പരാജയവും ഇപ്രകാരമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്തിനാ അല്ലാഹ് ഇത് പറഞ്ഞത്? നമ്മൾ അങ്ങനെ ആകാതിരിക്കാനാണ്, നമ്മുടെ ജീവിതത്തിൽ ആ നിലപാട് സ്വീകരിക്കാതിരിക്കാനാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് ഈ നിലപാട് അവർ സ്വീകരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാൻ വല്ല വകയുണ്ടോ? വകയില്ല. അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ല. എന്തുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ നാനാവശങ്ങളും എല്ലാ തലങ്ങളും എല്ലാ വിശദീകരണവും ലോകത്തിന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുപോലും വിടാതെ ലോകത്തിന് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ പറഞ്ഞല്ലോ, മാ തറക്തു ശൈഅൻ യുഖർരിബുക്കും ഇലല്ലാഹി ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി. അല്ലാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന റബ്ബിന്റെ ഒരു പൊരുത്തം നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന ഒരു കാര്യവും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി, അത് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടല്ലാതെ, ആ വിവരം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ. വമാ തറക്തു ശൈഅൻ യുബഇദുക്കും അനില്ലാഹി ഇല്ലാ ഖദ് നഹൈതുക്കും അൻ. അല്ലാഹുവിങ്കിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഏതേത് സംഗതികളുണ്ടോ, റബ്ബിന്റെ പൊരുത്തത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുന്ന ഏതേത് സംഗതികളുണ്ടോ, അതും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു, ആ കാര്യത്തെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടല്ലാതെ. ഈ നിലയിൽ വിശുദ്ധ ഇസ്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എത്തിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. പക്ഷെ ആ വിവരം പോലും മുസ്ലിങ്ങൾക്കില്ല. മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന് ആ അറിവില്ല. എല്ലാം നബി പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ജനതയുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രഭാഷകൻ, വലിയ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകൻ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമായി അടുത്ത് ചില സ്റ്റേജുകളിൽ വന്ന് ഇസ്ലാഹി പണ്ഡിതന്മാരുമായി അടുത്തൊരു സ്വകാര്യ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോ അദ്ദേഹം പറയാണ്, മൗലവി, ഞാനൊക്കെ ഇത്രയും കാലം വിചാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം ഹദീസിൽ നിന്ന് കിട്ടൂലെന്നാ. അത് വല്ല ഫിഖിന്റെ കിതാബിന്നോ അതിൽ ഏതെങ്കിലും ഇമാമിന്റെ കൗലുകളിൽ നിന്നോ നമസ്കാരം കൃത്യമായി കിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരത്തിന്റെ അമാലുകൾ, ആ പ്രവർത്തനങ്ങൾ അത് ലഭിക്കില്ല എന്നാ ഞാൻ ഇതുവരെ കരുതിയത്. ഈ അടുത്ത സമയത്താണ് സിഫത്തു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഗ്രന്ഥം ഞാൻ കണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന്, അതിലെ ഓരോ ലഫ്ലുകളിൽ നിന്ന് നബി എങ്ങനെ റുക്കൂ ചെയ്തുവെന്നും, റുക്കൂ ചെയ്തപ്പോൾ എവിടെ കൈവച്ചു എന്നും, എപ്രകാരം നിന്നുവെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അത്തഹിയാത്തിൽ ഇരുന്നുവെന്നും, എന്തെല്ലാം പറഞ്ഞുവെന്നും, ആ ഇരുത്തത്തിന്റെ രൂപം എന്താണെന്നും, അതുപോലെ എങ്ങനെയാണ് ഇഅ്തിദാലെന്നും, അതുപോലെ എങ്ങനെയാണ് തക്ബീർ എന്നും, എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്നും, അതുപോലെ തന്നെ സ്വലാത്തുൽ ഇഫ്തിതാഹ്, അതുപോലെ തന്നെ ദുആഉൽ ഇഫ്തിതാഹ് എങ്ങനെയാണെന്നും, അതുപോലെ അത്തഹിയാത്തിന്റെ ലഫ്ലുകൾ, അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വാരിതായി വന്നിട്ടുണ്ടെന്നൊക്കെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് കിട്ടും എന്ന്. ഇതൊരു സാധാരണക്കാരന്റെ അവസ്ഥയല്ല. നേരെ മറിച്ച് ഈ സമൂഹത്തെ വിറപ്പിച്ച് വാളു പറയുന്ന ആളുകള്, അവരുടെ മനസ്സിലിരിപ്പാണ് വ്യക്തമാകുന്നത്, പുറത്തു വരുന്നത്. കാരണം നബിയിൽ നിന്ന് ഇതൊന്നും പൂർത്തിയായി കിട്ടൂല എന്ന് ധരിച്ചു വെച്ച ആളുകളുണ്ട്, അങ്ങനെ മനസ്സിലാക്കി വെച്ചവരുണ്ട്. മാന്യ സഹോദരങ്ങളെ, എന്നാൽ അങ്ങനെയല്ല സംഗതി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു തന്നു.
മുഴുവനെത്തിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സാക്ഷിയായി അല്ലാഹു പ്രഖ്യാപിച്ചു എന്ന് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും നിർവഹിച്ച ഹജ്ജത്തുൽ വിദായിലെ ഖുത്ബത്തുൽ വിദായിൽ 10,000 സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവതരിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ സൂക്തം. അതിലൂടെ അല്ലാഹു പറയുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, വഅത്മംതു അലൈക്കും നിഅമതി, ഇതുവരെ ലോകം അനുഭവിച്ചു കൊണ്ടിരുന്ന മഹത്തായ ഒരു അനുഗ്രഹമുണ്ട്. അഥവാ ഒരു സമൂഹം ദുഷിച്ചു പോയാൽ ആ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രവാചകൻ അല്ലാഹു നിയോഗിക്കുമായിരുന്നു. അങ്ങനെ പുതിയ പുതിയ പ്രവാചകന്മാർ വരുമായിരുന്നു. പക്ഷേ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഅത്മംതു അലൈക്കും നിഅമതി, നബുവത്താകുന്ന ആ അനുഗ്രഹവും ഞാൻ ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതമായി ഇസ്ലാമിനെ നാം നൽകിയിരിക്കുന്നു എന്നല്ല പറയാം. അത് അല്ലാഹുവിന്റെ അറിയിപ്പാണ്. അതൊരിക്കലും കേടാവൂല, അത് നശിച്ചു പോകൂല, നഷ്ടപ്പെടൂല, അതിന്റെ പ്രമാണം ഇല്ലാതായി പോകൂല. കാരണം ഇതുവരെ ആളുകൾ അവരാണ് വേദഗ്രന്ഥം കൈകാര്യം ചെയ്തത്, തൗറാത്ത് കൈകാര്യം ചെയ്തത് ജൂതറബ്ബിമാരാണ്. അതുപോലെ തന്നെ ഇഞ്ചീൽ കൈകാര്യം ചെയ്തത് അത് നസ്വാറാക്കളാണ്, അല്ലെങ്കിൽ അവർക്കിടയിലെ പൗരോഹിത്യമാണ്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. അതേതെങ്കിലും ഒരു പണ്ഡിതന്റെ കയ്യിൽ കൊടുത്തു പോകൂല, അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഏൽപ്പിച്ചു പോകൂല. നേരെ മറിച്ച് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ അതിനെ അവതരിപ്പിച്ചുവെങ്കിൽ നാം തന്നെ ലോകാന്ത്യം വരെ അതിനെ സംരക്ഷിക്കുമെന്ന്. ഖുർആനിന്റെ സംരക്ഷണം, അതുപോലെ അതിന്റെ വിശദീകരണമായ സുന്നത്തിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു പോയി, റബ്ബ് ഏറ്റെടുത്തു പോയത് കൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ലോകാന്ത്യം വരെ നിലനിൽക്കുകയാണ്. ഒരു പുതിയ പ്രവാചകനെ അത് പറയാൻ പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട, അതങ്ങനെ സ്ഥായിയായി ഇവിടെ നിലനിന്ന് പോകും, അത് സ്ഥായിയായി ഇവിടെ നിലനിന്ന് പോകും. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഇസ്ലാം സംരക്ഷിക്കപ്പെട്ടുവെങ്കിൽ, ആ ഇസ്ലാമിന്റെ മുഴുവൻ സംഗതികളും അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ പഠിപ്പിച്ചു പോയി എങ്കിൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സംഗതികളും പഠിപ്പിച്ചു പോകുമ്പോ അതിന്റെ അവസാനമായി പ്രവാചകൻ ഇതാ തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി എന്ന് പറഞ്ഞു പോയെങ്കിൽ, അഥവാ രണ്ടു കാര്യം ഞാൻ നിങ്ങളിൽ ഇട്ടേച്ചാ പോകുന്നത്, രണ്ടു കാര്യം നിങ്ങൾ